അപ്പം ഞാനിന്നൊരു എക്സാം ഡേ വ്ളോഗായിട്ടാട്ടോ വന്നേക്കുന്നത്. എക്സാമിന് 4 സെക്ഷൻസാണുള്ള ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്, GK. അപ്പം മാത്സിനായിട്ട് എനിക്ക് ഫോർമുലാസ് മാത്രമായിട്ട് ബുക്കൊന്നും അങ്ങനെ കിട്ടിയില്ല. അപ്പം ഞാൻ തന്നെ എല്ലാ ഫോർമുലാസും എൻ്റെ എക്സാമിന് ആപ്ലിക്കബിളായിട്ട് വരുന്നതും എല്ലാത്തിനായിട്ടൊരു ഫോർമുല ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി. ഒരു പഴയ ബുക്ക് എടുത്തു, ഒരു ഡയറി എടുത്തു, എന്നിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും റെയറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതിന് സിമ്പിൾ ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ എഴുതി വെച്ചു. പിന്നെ ഇംഗ്ലീഷിൽ റൂൾസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആ ബുക്കിൽ എഴുതി വെച്ചു. എന്നിട്ട് ഞാനത് മാർക്ക് ചെയ്തും കൂടെ വെച്ചു. കാരണം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകണ്ട എന്ന് നോക്കി മാർക്ക് ചെയ്ത് കറക്റ്റ് എടുക്കാനായിട്ട് ഒരു മാർക്കിങ് കൂടെ ഞാൻ വെച്ചു. അതിലുള്ള ഫോർമുലാസും റൂൾസൊക്കെ റിവൈസ് ചെയ്തിട്ട് ഞാൻ അടുത്ത സെറ്റിലോട്ട് പോയി. അടുത്ത സെറ്റിൽ പോകുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം രാത്രി പഠിച്ചപ്പം ടേബിൾ മൊത്തം കൊളാക്കിയിട്ടിട്ടാണ് ഞാൻ പോയി. അപ്പം അത് ഞാൻ സെറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തൊരു കോൺഫിഡൻസ് വരും. അപ്പോഴത്തേക്കും ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ അടുത്ത സെറ്റിലോട്ട് പോകും. അതിന് മുന്നേ ഞാൻ പുതിയതായിട്ടൊരു ചെടി വാങ്ങിച്ചു. ഒരു ഗ്രീനറി എഫക്റ്റിനൊക്കെ ആയിട്ട് ഞാൻ ടേബിളിലേക്ക് ഒരു ചെടി വാങ്ങിച്ചു. എന്നിട്ട് ഞാനതിന് കാക്ടസിന് ഞാൻ കുറേ വെള്ളം എടുത്തൊഴിച്ചു. എന്നിട്ട് കാക്ടസിൻ്റെ ഒരു സൈഡങ്ങ് ചീത്തായിപ്പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം പോലും അതിനില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒരു സൈഡ് ചീത്തായിപ്പോയിട്ട് പിന്നെ ഇപ്പം വെള്ളം ഒഴിക്കാതെ ഇപ്പം വെള്ളം മൊത്തം തീരുമ്പോൾ മാത്രമേ എടുത്തു വയ്ക്കും. പിന്നെ അല്ല കൊച്ചു പെബിൾസ് ഉണ്ട്, അതാണ് ഭയങ്കര ഭംഗിയായിട്ട് ഞാൻ മെയിൻലി ഇത് വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് വെച്ച് തുടങ്ങി. ഇംഗ്ലീഷിൽ ഞാനൊരു പേപ്പറിനകത്ത് റെയറായിട്ട് വരുന്നതും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് അത് തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഞാൻ എക്സാമിൻ്റെ ദിവസം അങ്ങനെ മോക്കൊന്നും എടുക്കാറില്ല. കാരണം നമ്മളിപ്പോൾ ഉള്ള കോൺഫിഡൻസും കൂടെ മോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അന്നത്തെ ഇത് കാരണം നമുക്ക് മാർക്ക് ചിലപ്പോൾ ഇത്രയും ദിവസം പഠിച്ച് ബിൽഡ് ചെയ്തുണ്ടാക്കിയ കോൺഫിഡൻസ് ചിലപ്പോൾ അതുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ യൂഷ്വലി ഇപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ മോക്കോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എന്നിട്ട് ഞാൻ പഠിച്ച് ഒരുവിധം റെയറായിട്ടും ട്രിക്കി ആയിട്ടും വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് അറിയാമായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ നോക്കും. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസൊക്കെ നോക്കും. അതായിരിക്കും മോസ്റ്റ്ലി ഞാൻ ചെയ്യുക. നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിച്ച് പോയിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ റിവിഷനും കൂടെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊന്നും നമുക്ക് ഓർമ്മ കാണത്തില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കും ഇത് ഞാൻ പഠിച്ചതാണ്, പക്ഷേ സംഭവം എന്നത് മറന്നു. അതുകൊണ്ട് റിവിഷൻ നമ്മൾ എന്തായാലും ചെയ്തിട്ട് നമ്മൾ എക്സാമിന് മുമ്പേ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഇംഗ്ലീഷ് സെറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എനിക്ക് ഇഡലിയും സാമ്പാറും ഇന്നത്തെ ദിവസം. എന്നിട്ട് ഞാൻ കോഫി കുടിച്ചു. കാരണം എന്നെ തന്നെ ഉണർത്താനായിട്ട് കോഫി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ടീ ആണോ കോഫിയാണോ ഇഷ്ടം താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാട്ടോ എൻ്റെ വീട്ടിൽ വരുന്ന പൂച്ച. എന്നെ ലോയ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഫുഡിൻ്റെ മണം വരുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. പുറത്ത് വെച്ചെല്ലാം കണ്ടാൽ മെയിൻ ജോലിയും ചെയ്യാം. ഞാൻ അടുത്ത സെക്ഷൻ റീസണിങ്ങിലോട്ട് കയറി. സെയിം ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ട്രിക്കി ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളതിൽ വീണ്ടും ചെയ്ത് നോക്കിയിട്ടുള്ളൂ. പുതിയതായിട്ട് ഇനൊന്നും പഠിക്കാൻ പോയില്ല. പുതിയതായിട്ട് പഠിക്കാൻ പോയി എനിക്ക് മനസ്സിലാവത്തുമില്ല. പിന്നെ അത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അതിനോട്ട് നമ്മൾ ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇത് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെൻഷൻ കയറ്റി നോക്കും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ പഠിച്ചത് വന്നാൽ നമ്മൾ എഴുതാൽ മതി. കൂടുതൽ ടെൻഷൻ അടിച്ചാൽ നമുക്ക് ഉള്ളതും കൂടെ പോകും. പിന്നെ ഞാൻ അപ്പം ചെയ്യുമ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് 2-3 ക്വസ്റ്റ്യൻ തെറ്റാറുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കപ്പോഴും ഒരു ഓർമ്മ കിട്ടും എന്നുള്ള ആശ്വാസത്തിൽ ഞാൻ നിൽക്കുമായിരുന്നു. പിന്നെ വണ്ടിയിൽ നിന്ന് പഠിക്കാറില്ല. കാരണം വണ്ടിയിൽ നിന്ന് വായിക്കുമ്പോൾ എനിക്ക് തലവേനിക്കും. അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് പഠിക്കാൻ പോകാറേ ഇല്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മോർണിംഗ് പ്രിപ്പറേഷൻ ഓൺ ദ ഡേ ഓഫ് എക്സാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.